സോഷ്യൽ മീഡിയയിലുള്ള പിന്തുണ കുറഞ്ഞു വരികയാണ്. ഒരു പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തോടെ തന്നെ കാര്യങ്ങൾ മാറി. അത് കഴിഞ്ഞ് അൻവർ മുഖ്യമന്ത്രിയെ നന്നായിട്ട് പറഞ്ഞല്ലോ. അതിനുശേഷം പകുതി പേരും പോയി. ഇപ്പോൾ പൂർണ്ണമായും LDFും MV ഗോവിന്ദൻ മാഷും കൂടെ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞു. ഇപ്പോൾ വളരെ കുറച്ച് പേരെ പിന്തുണയ്ക്കുന്നുള്ളതല്ലാതെ ഞാൻ ഈ സോഷ്യൽ മീഡിയ പിന്തുണയെ കുറേ വർഷം മുമ്പ് അന്നെനിക്ക് ഫേസ്ബുക്കിൽ 64,000 ഫോളോവേഴ്സാണ്. കുറേ വർഷം മുമ്പ്. ഇന്നിപ്പോൾ അത് 2 ലക്ഷത്തിൽ കൂടുതലും അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഈ 64,000 പേരിൽ കുറച്ച് പേര് ആവേശഭരിതരായിട്ട് നമുക്കൊരു യോഗം വിളിക്കണം. ഫ്രണ്ട്സ് ഓഫ് TG എറണാകുളത്ത് എന്നെ വിളിച്ച് പറഞ്ഞു, സാർ ഒരു യോഗം വിളിക്കണം. ഞാൻ പറഞ്ഞു, വിളിച്ചോ, ഓണത്തിനാണ്. ഓ ആയിക്കോട്ടെ, സാറുണ്ടാവുമല്ലോ. ഉണ്ടാവും. അപ്പോൾ എറണാകുളത്ത് എവിടെ വയ്ക്കും? ഇപ്പം ഇവർ പലരും പല സംസ്ഥാനങ്ങളിലും ചിലർ വിദേശത്തുമൊക്കെയാണ് ഈ എന്നോട് സംസാരിക്കുന്നവർ. ഞാൻ പറഞ്ഞു, എറണാകുളത്ത് സ്ഥലം ഞാൻ കണ്ടുപിടിച്ചോളാം, നിങ്ങൾ ബാക്കിയെല്ലാം ഏർപ്പാട് ചെയ്തു. തീയതി ഫിക്സ് ചെയ്തു, തീയതി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഡൺ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു, സാർ സ്ഥലം. ഞാൻ പറഞ്ഞു, ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏതാണ് സ്ഥലം? ഞാൻ സ്ഥലം പറഞ്ഞു. എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, 110 പേർക്ക്. 110 പേരോ? സാർ എന്താ വിചാരിക്കുന്നത്? 64,000 സാറിൻ്റെ ഫോളോവേഴ്സ്. അതിൻ്റെ പകുതി വന്നാൽ തന്നെ 32ആയി. അതിൻ്റെയും പകുതിയാണെങ്കിൽ തന്നെ 16,000ആയി. ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ, അവർ വരട്ടെ, ഞാൻ സ്ഥലം ഉണ്ടായിക്കോളാം. ആൾ വരുന്നതിനനുസരിച്ച് ഞാനിത് വലുതാക്കാം. തൊട്ടടുത്ത മൈതാനം തന്നെ എടുക്കാം, മറൈൻ ഡ്രൈവ് തന്നെ ബുക്ക് ചെയ്യാം, നിങ്ങൾ ആളെ കൊണ്ടുപോകാം, ഞാൻ ഏറ്റുമെന്ന് ടെൻഷൻ ആവണ്ട. എൻ്റെ വായത്ത് 48 പേര് വന്നു. 48 പേര്. 64,000 ഫോളോവേഴ്സിൽ നിന്ന് 48 പേര് വന്നു. അപ്പോൾ ഇവർ ആകെ കൂടെ ചമ്മി വഷളായി. കാരണം ഞാൻ ബുക്ക് ചെയ്ത ഹോളെന്ന് അറിയാൻ പോലും ആളില്ല. 110 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് 48 പേരിരിക്കുന്നു. ടെക്നിക്കലി പകുതി എന്ന് പറയാൻ പോലും ആളില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, ഞാനിതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്കറിയാം നിങ്ങൾ ഈ പറയുന്ന ഫേസ്ബുക്ക് എന്ന മായാലോകം, സോഷ്യൽ മീഡിയ എന്ന മായാലോകം, അതിൽ ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, അങ്ങനെ ഒരാളുണ്ടോ, ഒരാൾ തന്നെ 10 പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതാണ്, ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പേര് പിന്താങ്ങി അല്ലെങ്കിൽ കുറച്ച് പേര് പിന്താങ്ങി എന്ന് പറയുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിലൊരു ഫാക്ടറല്ല. യു ആർ പോപ്പുലർ, സോ മെനി പീപ്പിൾ ഹാവ് നോട്ടീസ്ഡ് യു. ഇത് മാത്രമേ അർത്ഥമുള്ളൂ, അല്ലാതെ അവർ നിങ്ങളെ അനുകൂലിക്കുന്നു എന്നൊന്നും അർത്ഥമില്ല. ഈ ഫോളോ എന്നുള്ള വാക്കിന് മലയാളി ഒരുപാട് തെറ്റിദ്ധരിച്ച് ഇത് ചെയ്തു. ഫോളോ ബട്ടൺ ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അതായത് ഈ മനുഷ്യൻ എന്തെഴുതുന്നു, എന്ത് വീഡിയോ ഇടുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്, ഒരു നോട്ടിഫിക്കേഷൻ എനിക്കും അറിയിച്ചേക്കണമെന്ന് മാത്രമാണ്. MV രാഘവൻ്റെ പ്രസംഗം ഞാൻ കേൾക്കാൻ പോയത് ഞാൻ കമ്മ്യൂണിസ്റ്റോ CMPയോ ആയതുകൊണ്ടല്ല. ഗൗരിയമ്മയുടെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയത് ഞാൻ ഗൗരിയമ്മയുടെ കൂടെ പോകുമെന്ന് വിചാരിച്ചിട്ടല്ല, അതിനല്ല, ഇതറിയാൻ. ഇപ്പം ഈ ഫോളോ എന്ന് പറയുന്നത് ഐ വിൽ നോട്ടീസ്, ഐ വാണ്ട് ടു നോട്ടീസ് വാട്ട് യു ആർ സ്പീക്കിംഗ്, ഇത്രേ അതിനർത്ഥമുള്ളൂ. നോട്ടീസ് ചെയ്താലായി, ചെയ്തില്ലെങ്കിലായി. ഇത് കവിഞ്ഞൊന്നും ഇതിനർത്ഥമില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ള മായാലോകം കണ്ടിട്ട് ആരും ഇറങ്ങി പുറപ്പെടരുത്. അതിനൊരു ഇൻഫ്ലുവൻഷ്യൽ പാർട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നു. ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സ് അതിന് അനുകൂലിക്കും. അത് തീർച്ചയായിട്ടും ചെയ്യും. നിർഭാഗ്യവശാൽ കേരളത്തിൽ സോഷ്യൽ മീഡിയയെ പറ്റി ആരും സ്റ്റഡി ചെയ്തിട്ടില്ല. സ്റ്റഡി ചെയ്ത ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. ആരാന്നറിയാമോ? ഇപ്പോൾ ഗവൺമെൻറ്റിൽ IAS ഉദ്യോഗസ്ഥനായ B. അശോക്. അദ്ദേഹം അടുത്ത കാലത്ത് PhD എടുത്തു. കേരളത്തിലെ സോഷ്യൽ മീഡിയയെ പറ്റി പഠിച്ച് അമൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തീസിസ് തയ്യാറാക്കി PhD എടുത്തു. B. അശോക് KSCB ചെയർമാനൊക്കെ ആയിരുന്നു, ഇപ്പോൾ കൃഷി വകുപ്പിലാണ്. ഈ ശ്രീമാൻ B. അശോക് മാത്രമാണ് സോഷ്യൽ മീഡിയയെ പറ്റി സയൻറ്റിഫിക്കായിട്ട് കേരളത്തിൽ ഇന്ന് വരെ സ്റ്റഡി ചെയ്തൊരു മനുഷ്യൻ. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയെ പറ്റി ഒരുപാട് ഗീർവാണമൊക്കെ അടിക്കും. ബൈ ദ വേ, B. അശോക് സോഷ്യൽ മീഡിയയിൽ ഇല്ല കേട്ടോ. അദ്ദേഹത്തിന് ഫേസ്ബുക്കൊന്നുമില്ല, സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. ബട്ട് അദ്ദേഹം അത് സ്റ്റഡി ചെയ്തു. എൻ്റെ കയ്യിലുണ്ട് ആ റിപ്പോർട്ട്. കാരണം ഞാനിത് അന്വേഷിച്ച് നടക്കണം, ആരിത് സ്റ്റഡി ചെയ്യുന്നു,
എന്താണ് ഇതിൻ്റെ ഉള്ളുകളികളെന്നൊക്കെ അറിയാം. കാരണം എനിക്ക് അനുഭവമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രക്കൊക്കെ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് അത് വിടുക. ഇനി സോഷ്യൽ മീഡിയയുടെ ഉടമസ്ഥൻ ഇരിക്കുന്നത് അമേരിക്കയിലാണെന്നേ. അങ്ങനെ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഫേസ്ബുക്ക്? പ്രാണം പോയില്ല അതിൻ്റെ. കഴിഞ്ഞു. എല്ലാവരും എനിക്ക് സഹതാപം തോന്നാറുണ്ട്. സുക്കർ എന്നെ ബാൻ ചെയ്തു 10 ദിവസത്തേക്ക്, ഞാൻ എന്ത് ചെയ്യാൻ? സുക്കറണ്ണ എന്തൊരു കഷ്ടം. ഒരു അമേരിക്കൻ സാഹിബിൻ്റെ പിന്നാലെ വലിയ മലയാളി, അല്ലെങ്കിൽ മലയാളിയുടെ പൊങ്ങച്ചും ഡമ്പും കാണേണ്ടതാണ്. സുക്കറിൻ്റെ മുമ്പിൽ വരുമ്പോൾ കരച്ചിലാണ്. പൊന്നേട്ടാ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് ശരിയാക്കി തന്നു. എടാ സ്വന്തമായ ഒരു ഫേസ്ബുക്ക് ഉണ്ടാക്ക്. അതിനുള്ള ബുദ്ധിയില്ലേ മലയാളിക്ക്? ഇന്ത്യക്കാർക്കില്ല? ഉണ്ട്, ബുദ്ധിയുണ്ട്, കാശുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ അതിൻ്റെ പാട്ടിന് വിടാൻ തൽക്കാലം നമുക്ക്.